കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏതാണ്ട് വ്യക്തമായി. UDF-ന് 102, LDF-ന് 35, BJP-ക്ക് 3. ഇതാണ് കക്ഷിനില. ഇതേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടന്നാണ് ബംഗാൾ, അതുപോലെ തന്നെയാണ് തമിഴ്നാടും. ഈ 3 സ്ഥലത്തും പൊതുവെ നമ്മൾ കണ്ടത് ഒരു ഭരണവിരുദ്ധ വികാരമാണ്. ഈ 3 തെരഞ്ഞെടുപ്പുകൾ, ഈ 3 സ്റ്റേറ്റുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇപ്പം നമ്മുടെ 5 തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പം നടന്നത്. അതിൽ ആസാമും പുതുച്ചേരിയും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്, എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. അവിടെ ഒരു ഭരണവിരുദ്ധ തരംഗം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ 3 സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും ബംഗാളും, പ്രധാനമായിട്ടും ഈ ഒരു ഭരണവിരുദ്ധ തരംഗമാണ് അവിടെ പ്രകടമായിരിക്കുന്നത്. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താ കാരണമെന്നുള്ളതറിയാം. അതായത് ആളുകൾ വെറുക്കുന്ന രീതിയിൽ ഒരു സർവാധിപത്യം, പാർട്ടി സർവാധിപത്യം പോലുമല്ല, ഒരു ഏകാധിപത്യത്തിലേക്ക് പോയി. പാർട്ടി സർവാധിപത്യത്തിൽ നിന്നും ഏകാധിപത്യത്തിലേക്ക് പോയി. പാർട്ടിക്ക് പോലും ഒരു വോയിസും ഇല്ലാത്ത തരത്തിലേക്ക് പോയി. തമിഴ്നാട്ടിലും അത് തന്നെയാണ് സംഭവിച്ചത്. ബംഗാളിൽ അതിൻ്റെ അപ്പുറവും സംഭവിച്ചു. അപ്പോൾ ഇതിൽ 3 നമുക്ക് കാണാവുന്നൊരു കാര്യമുണ്ട്. സാധാരണ നിലയിൽ ഈ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്. ആളുകൾ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ, ഭരണ സംവിധാനത്തിൽ കാര്യക്ഷമതയില്ലാത്തത് ആളുകൾ സഹിക്കും, അഴിമതിയും കുറച്ചൊക്കെ സഹിക്കും, കുറേയൊക്കെ സഹിക്കും. പക്ഷെ അഹങ്കാരം ജനങ്ങൾ സമ്മതിക്കില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക്, ഒരു 10 കൊല്ലമൊക്കെ മാക്സിമം ആണ്. ഇതിനകത്ത് 15 വർഷമൊക്കെ പോയിട്ടുണ്ട്. ബംഗാളിൽ അതാണ് സംഭവിച്ചത്. 10 കൊല്ലം തന്നെ ആയപ്പോൾ തന്നെ ബംഗാളിൽ വന്നു. പക്ഷേ അത് പ്രകടമായത് 15 വർഷം ആയപ്പോഴാണെന്നേ ഉള്ളൂ. അപ്പോൾ ഈ അഹങ്കാരവും കൂടി വന്നു. നമ്മൾ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ടാഗ് ലൈൻ തന്നെ നോക്കിയാൽ അറിയാം, ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നാണ് കേരളം മുഴുവൻ എഴുതി വെച്ചത്. അപ്പോൾ തന്നെ ആളുകൾ തീരുമാനിച്ചു വേറെ ആളുകളുണ്ട് എന്ന് തീരുമാനിക്കുന്നൊരു ഘട്ടം വന്നു. അപ്പോൾ അവിടെ ഈ ജനക്ഷേമ പരിപാടികളും വികസന പ്രവർത്തനങ്ങളും മാത്രം അല്ല കാരണം. അതിനപ്പുറത്തേക്ക് ആളുകളോടുള്ള സമീപനം, പെരുമാറ്റം, വിശ്വാസ്യത, അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. ഇവിടെ ഇപ്പം മന്ത്രിമാർ, മുഖ്യമന്ത്രി ആദ്യത്തെ 3-4 ഘട്ടങ്ങളിൽ ഇത്രയധികം ഒരു മുഖ്യമന്ത്രി വേർത്ത് ജയിക്കുന്നൊരു തിരഞ്ഞെടുപ്പ് നമ്മൾ വളരെ അപൂർവമായിട്ടേ കണ്ടു. പ്രത്യേകിച്ചും കണ്ണൂർ പോലുള്ളൊരു പാർട്ടി ജില്ലയിൽ പിണറായി വിജയൻ പോലുള്ളൊരു മുഖ്യമന്ത്രി ഇത്ര അധികം വിജയിക്കാൻ കഷ്ടപ്പെടുന്നത് നമുക്ക് വളരെ വേദനയോടുകൂടി മാത്രമേ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ സഹതാപത്തോടെ മാത്രമേ കാണാൻ പറ്റൂ. അത്രമാത്രം വിഷമിച്ചു. അതിന് ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. മറ്റൊന്ന് ഈ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നേതാവിനെ സംബന്ധിച്ചും ഒരു പാർട്ടിയെ സംബന്ധിച്ചും ഒരു ഭരണത്തെ സംബന്ധിച്ചും ക്രെഡിബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. ആളുകളുടെ മുഖത്ത് നോക്കി അസത്യം പറയാൻ, ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാനും, ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണെന്ന് വിചാരിക്കാനുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം തോന്നും, ഒരു അപകർഷബോധം തോന്നും. നമ്മളൊക്കെ വിഡ്ഢികളായി പോകുന്നുണ്ടല്ലോ, എങ്ങനെയാണെങ്കിൽ ഈ ഭരണം വേണ്ട എന്ന ആളുകൾ തീരുമാനിച്ചൊരു ഘട്ടം എത്തിയെന്നാണ് എനിക്ക് കേരളത്തിലെ ഈ മൊത്തം ട്രെൻഡ് കണ്ടപ്പോൾ. കാരണം അതിന് പ്രധാന കാരണം മന്ത്രിമാരാണ്. നമ്മുടെ ഇതിനകത്ത് ഇത്രയധികം മന്ത്രിമാർ ഒരുമിച്ച് തോൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മന്ത്രിമാർ തോറ്റിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം മന്ത്രിമാർ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന പല മന്ത്രിമാർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, തദ്ദേശ ഭരണ മന്ത്രി ഒക്കെ ഇങ്ങനെ പുറകിലോട്ട് പോകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദേവസ്വം മന്ത്രി. ഓക്കെ, അപ്പം നമുക്ക് ഒരു ശക്തമായ ആൻറ്റി ഇൻകംബൻസി കേരളത്തിലുണ്ടായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ശക്തമായ ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു ബെനിഫിറ്റ് എന്തുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലുള്ള വലിയ പ്രഗത്ഭനായ ഒരാൾ ദില്ലി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആരാധകർ നരേന്ദ്രമോദിക്ക് കേരളത്തിലുണ്ടെന്ന് എനിക്ക് നേരിട്ടറിയാം. എന്തുകൊണ്ട് ഈ ആൻറ്റി ഇൻകംബൻസി BJP അവർക്കനുകൂലമായി ഉപയോഗിക്കാൻ BJPയിലെ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല? അതൊരു ത്രികോണ മത്സരം വരുമ്പോൾ, സ്വാഭാവികമായിട്ടൊരു ത്രികോണ മത്സരം വരുമ്പോൾ ആളുകൾ അതിഭയങ്കരമായ ഒരു ഭരണവിരുദ്ധ വികാരം, ജനങ്ങളോട് ഈ ഗവൺമെൻറ്റിനുള്ളൊരു വെറുപ്പ്, ഈ ഗവൺമെൻറ് മാറണം, ഈ മുഖ്യമന്ത്രി മാറണം എന്ന ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത് നോക്കുന്നത് ഇതിന് പകരം ആര് വന്നാൽ, ആർക്ക് വോട്ട് ചെയ്താൽ ഇതിൻ്റെ ഗുണമുണ്ടാകും എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അധികാരത്തിലെത്താൻ പറ്റില്ല. ഒരു ത്രികോണ മത്സരം വരും. ഒരു 3 മുന്നണിയായിട്ട് നിൽക്കുകയാണ്. വരാനുള്ള സാധ്യത
കുറവാണ്. ആകെ ഇപ്പോൾ ഒരു സീറ്റ് പോലും ഇല്ലാത്തൊരു ഒരു പാർട്ടിക്ക് എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവലോകനങ്ങളിലും ഒക്കെ വന്നിരിക്കുന്നത് പരമാവധി 11 സീറ്റാണ് കേരളത്തിൽ കിട്ടാൻ പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് വീണ്ടും ഈ സർക്കാരിനെ തന്നെ അധികാരത്തിലേറ്റുന്നത് മണ്ടത്തരമാകും എന്ന് ആളുകൾ ചിന്തിച്ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഓക്കെ, സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും കൊല്ലം ജില്ലയിൽ ഒരു മണ്ഡലത്തിലും മാത്രമായി ഇത് ഒതുങ്ങുകയാണ്. അതേസമയം ആലോചിച്ച് നോക്കണം, കണ്ണൂർ ടി കെ ഗോവിന്ദൻ ജയിക്കുകയാണ്, ഇടതുപക്ഷത്തിനെ എതിർത്ത് നിന്നുകൊണ്ട്. കുഞ്ഞികൃഷ്ണൻ തൊട്ടപ്പുറത്ത് ജയിക്കുകയാണ്. ജി സുധാകരൻ ആലപ്പുഴ ജയിക്കുകയാണ്. ഇവരൊക്കെ വ്യക്തിപരമായി നേടിയ നേട്ടമാണ്. അവരെയൊക്കെ UDF സപ്പോർട്ട് ചെയ്തു, അത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ആ ആൻറ്റി ഇൻകംബൻസി പിണറായിക്ക് എതിരായിട്ടുള്ള, പിണറായിയുടെ നയങ്ങൾക്കോ ഇടതുപക്ഷ നയങ്ങൾക്കോ എതിരായിട്ടുള്ള ഒരു പൊതുവികാരത്തിനെ അവർക്ക് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് BJPക്ക് ഒരു 10ഓ 15ഓ മണ്ഡലങ്ങളിലെങ്കിലും അത് ചെയ്യാൻ കഴിഞ്ഞില്ല? പിന്നെ കഴക്കൂട്ടത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ, നേമത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ, ചാത്തന്നൂർ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല? അതാണ് എൻ്റെ ചോദ്യം. പക്ഷേ അതിനകത്ത് ഒരു പ്രധാന ഘടകം ഈ 3 പേരുടെയും കാര്യത്തിൽ അവർക്ക് ഒന്ന് UDFൻ്റെ ഈ മൊത്തം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം കിട്ടി. അതോടൊപ്പം തന്നെ ഇവരുടെ ക്രെഡിബിലിറ്റി, അവർ പാർട്ടിക്കുള്ളിൽ നിന്ന് 50ഉം 60ഉം കൊല്ലം പാർട്ടിക്കുള്ളിൽ നിന്ന് വളർത്തിയെടുത്ത അവരുടെ ഒരു ക്രെഡിബിലിറ്റിയും അവരുടെ ഒരു ആ പാർട്ടിക്കുള്ളിലുള്ള സപ്പോർട്ടുണ്ട്. അപ്പം ഇത് ബോണസാണ്. ആ പാർട്ടിക്കുള്ളിലുള്ള അണികൾ, പിന്നെ പാർട്ടി നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതായത് ഈ ഗവൺമെൻറ് മാറിയാലേ പാർട്ടി പാഠം പഠിക്കുകയുള്ളൂ, അപ്പോൾ പാർട്ടിയെ പാഠം പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള പാർട്ടിയുടെ അണികളും കൂടി ചേർന്നപ്പോഴാണ് അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടിയത്. BJPക്ക് ആ ബെനിഫിറ്റ് ഇല്ല. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിന്നെ ബംഗാളിൽ ഞാൻ ഇപ്പോൾ വിജയിച്ചപ്പോൾ 3 സീറ്റ് കിട്ടി എന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് ബംഗാളിൻ്റെ ചരിത്രമാണ്. 2016 3 സീറ്റ് ജയിച്ചുകൊണ്ടാണ്, 0യിൽ നിന്ന് 3 സീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ് BJP അവിടെ അടിത്തറ ഉറപ്പിക്കുന്നത്. ആ 3ൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് 77ലേക്ക് വരുന്നത്. ആ 77ൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഏതാണ്ട് 200ലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടിയ 3 ശുഭസൂചകമാണെന്നാണ് പറയുന്നത്. അതെ, അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ഒരു 15 കൊല്ലം കൊണ്ടാണ് BJP അവിടെ അത്രയും കെട്ടിപ്പടുത്തെടുത്തത്. അപ്പോൾ ഇവിടത്തെയും ചില സമാനതകളുണ്ട്. ഒന്ന്, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നാണ് തൃണമൂൽ ഡെവലപ്പ് ചെയ്തതും അവർ അധികാരമെടുത്ത് കൊണ്ടുവന്നതും. അതിനെതിരെയാണ് BJP അവിടെ 0യിൽ നിന്ന് 3ലേക്കും 3ൽ നിന്ന് 77ലേക്കും ഇപ്പോൾ 200ലേക്കും 15 കൊല്ലം കൊണ്ട് എത്തിയത്. അപ്പോൾ ഇവിടെ 10 കൊല്ലമേ ആയിട്ടുള്ളൂ, പിന്നെ ഒരു 5 കൊല്ലം കൂടി ബാക്കിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിത്തറ, അവരുടെ വോട്ടുകൾ ഏകോപിപ്പിക്കാനും അടിത്തറ വികസിപ്പിക്കാനും ഇപ്പം അതിന് കൃത്യമായ കണക്കുകൾ വന്നിട്ടില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നത് ഒട്ടേറെ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നു നിൽക്കുകയാണ്. വോട്ട് ശതമാനം വളരെ വലുതായിട്ട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കണക്കുകൾ വന്ന് 2 ദിവസത്തിനുള്ളിൽ മാത്രമേ അതിൻ്റെ വിശദവിവരം വരികയുള്ളൂ. പക്ഷെ എന്നാൽ അത് ഡെവലപ്പ് ചെയ്ത് വരാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ 3 പേരും വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സീനിയറായിട്ടുള്ള ആളുകളുമാണ്. അതിൽ നിന്നൊരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ ഇനി അവർക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഇപ്പോൾ വരുന്നൊരു ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനത്തെയും കൂടി ആശ്രയിച്ചിരിക്കുന്നു ഇനി നമ്മുടെ ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു തമിഴ്നാട്ടിലും ഇതാണ് സംഭവിച്ചത്. തമിഴ്നാട്ടിലും ആൻറ്റി ഇൻകംബൻസി പോയത് പ്രതിപക്ഷത്തിനല്ല പോയത്, മൂന്നാമതൊരു പുതുതായിട്ട് വന്നൊരു പാർട്ടിക്കാണ് പോയത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അവിടെ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വിജയുടെ ഒരു പുതിയ പാർട്ടിക്കാണ്. അപ്പം അതൊരു വേറൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഇപ്പോൾ AIDMKയും പിന്നെ വിജയും കൂടെ ചേർന്നാൽ ഭരണം ഭരിക്കാൻ പറ്റും എന്നൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്നൊരു ഒരു പ്രത്യേക മെസ്സേജ്, ഒരു പുതിയ പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. ബംഗാളിലും സംഭവിച്ചത് അതുമാതിരിയാണ്. അപ്പോൾ ഇത് തമ്മിലൊരു സമാനതയുണ്ട്. അല്ല, എൻ്റെ ഒരു സംശയം, ബംഗാളിൽ അങ്ങ് സൂചിപ്പിച്ചത് തന്നെ സുവേന്ദു അധികാരിയുടെ ഒരു ലീഡർഷിപ്പാണല്ലോ BJP അവിടെ എത്തിച്ചത്. അസാമിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പോൾ 2ഇടത്തും BJPയെ അധികാരത്തിലെത്തിച്ചത് BJPയിലേക്ക് വന്ന നേതാക്കന്മാരാണ്. അതാണല്ലോ കാണുന്ന ഒരു കാര്യം.
കേരളത്തിൽ ഇത്രയും കാലമായിട്ടും ബി ജെ പിയിലുള്ള നേതാക്കന്മാർക്ക് എന്തുകൊണ്ട് നമുക്ക് ഇപ്പോഴും പുറകിൽ നിൽക്കുകയാണ്? പലയിടത്തും ഈ രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കിയാൽ, അനുകൂലമായൊരു സാഹചര്യം നമ്മൾ നോക്കിയാൽ തീർച്ചയായിട്ടും ബി ജെ പി ഒരു മിനിമം ഒരു 15 മണ്ഡലങ്ങളിലെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എത്തേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ നാളെ അത് എത്തുമായിരിക്കും എന്നല്ല, എത്തും, അതിന് തർക്കമൊന്നുള്ളൊരു കാര്യമല്ല. പക്ഷേ അതിലെത്താൻ കഴിയാതെ പോയത് ഇത്ര ആൻറ്റി ഇൻകംബൻസി ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ആൻറ്റി ഇൻകംബൻസി 3 മണ്ഡലത്തിൽ ഉണ്ടായില്ല. ആൻറ്റി ഇൻകംബൻസി പിന്നെ ടി കെ ഗോവിന്ദനും കുഞ്ഞകൃഷ്ണൻ മത്സരിച്ചിട്ടുണ്ടായില്ല. ഉണ്ടായി. കാരണം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ച മാർജിനിലല്ല വന്നിരിക്കുന്നത്, വളരെ ചെറിയ മാർജിനിലാണ് കയറി വന്നിരിക്കുന്നത്. പിന്നെ ചാത്തന്നൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 തവണ രണ്ടാം സ്ഥാനത്ത് വന്നയാളാണ്, അവിടെ നിന്ന് പ്രവർത്തിച്ച ആളാണ്. മറ്റ് 2 സ്ഥാനാർത്ഥികളും ജില്ലയ്ക്ക് പുറത്തുനിന്ന് വന്ന ആളുകളാണ്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് കിട്ടി. മാത്രമല്ല SNDP യുടെ യൂണിയൻ്റെ ഭാരവാഹിയായിട്ടാണ്. അപ്പോൾ ആ എല്ലാ ബേസും കൂടി ചേർന്നിട്ട് ആൾ ഒരു സുസമ്മതനായ ആളും കൂടിയിട്ടാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ചെയ്യുന്നത്. ഇപ്പം കഴക്കൂട്ടത്തും വളരെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത്. അത് കേന്ദ്രമന്ത്രിയായിരുന്നയാളാണ്, രാജ്യസഭാ മെമ്പറായിരുന്നയാളാണ്, സംസ്ഥാന പ്രസിഡൻ്റായിരുന്നയാളാണ്. എന്നിട്ട് പോലും അവിടെ എത്തുള്ളൂ. ഏറ്റവും അധികം ഹൈപ്പ് ഉണ്ടാക്കിയതാണ് സംസ്ഥാന പ്രസിഡൻറ്റ് മത്സരിക്കുന്ന ഒരു സീറ്റ് പോലും. അവിടെയും ഈ പ്രതീക്ഷിച്ചത്ര ഒരു 15,000 20,000 വോട്ട് ഭൂരിപക്ഷം കിട്ടാമായിരുന്ന സ്ഥലത്താണ്. പക്ഷേ ഈ ഒരു തരംഗം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല ബംഗാളിൽ ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു സ്ട്രാറ്റജി ആയിരുന്നു. അവിടെ ഇലക്ഷനിൽ ഞാൻ അവിടുത്തെ പല ഫീൽഡിൽ പോയി നിൽക്കുന്ന മീഡിയ പ്രവർത്തകരുമായിട്ട് എനിക്ക് അവിടെയുള്ള ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. ഫീൽഡിൽ നിന്ന് എന്നോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ ഇവരോട് ചോദിക്കുമ്പോൾ, അവിടുത്തെ ആളുകളോട് ചോദിക്കുമ്പോൾ മോഡിയാണോ അല്ല ദീദിയാണോ സുവേന്ദു ആണോ വരേണ്ടതെന്ന് ചോദിച്ചപ്പം ദീദി വേഴ്സസ് മോദി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മോദി ഫാക്ടർ അവിടെ വന്നു, മോദി അമിത്ഷാ ഫാക്ടർ. അപ്പോൾ അവർ നേരത്തെ ഡിക്ലെയർ ചെയ്തു ഇനി ഞങ്ങളുടെ ലക്ഷ്യം ബംഗാളാണ്. അപ്പോൾ അതിനുള്ള എല്ലാ സ്ട്രാറ്റജിയും വർക്കൗട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പാർട്ടി നേതൃത്വം ഇതേപടി പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഞങ്ങളുടെ ടാർഗറ്റ് കേരളമാണ് എന്ന് പറഞ്ഞു. ഓക്കെ ഗിരീഷ്, അപ്പോൾ അതനുസരിച്ച് അങ്ങ് പറഞ്ഞ ആ വാചകം തന്നെ കടമെടുത്ത് പറയുന്നു. ബംഗാളിൽ ഉണ്ടായിരുന്ന മാറ്റത്തിന് അടിസ്ഥാനം ദീദി വേഴ്സസ് മോദിയായിരുന്നു. ഇവിടെ പിണറായി വേഴ്സസ് മോദിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ സുവേന്ദു അധികാരി അവിടെ വിജയിച്ചപ്പോൾ കേരളത്തിലെ ലീഡേഴ്സിന് അതിന് കഴിഞ്ഞില്ല. അധികാരം പിടിച്ചെടുക്കുമെന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും മോദി വേഴ്സസ് പിണറായിയിലേക്ക് കേരള പൊളിറ്റിക്സിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആൻറ്റി ഇൻകുംബൻസിയുടെ ഒരു 20% വോട്ട്, 80% UDF പോയിക്കോട്ടെ, 20% വോട്ടെങ്കിലും പിടിച്ചിരുന്നു എങ്കിൽ കുറേ കൂടെ നന്നായിട്ട് BJPക്ക് പെർഫോം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങയുടെ നിരീക്ഷണത്തിന് നന്ദി. പക്ഷേ ഇപ്പോൾ കിട്ടിയ ഈ 3 സീറ്റെന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. ഇനി ഇത് മുമ്പോട്ട് പോകാനുള്ള ഒരു കൊടുങ്കാറ്റിലേക്ക് പോകാൻ അവർക്ക് അവസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഈ ജയിച്ചു വന്നിരിക്കുന്നവരുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. അല്ല, ജയിച്ചു വന്നവരുടെ പെർഫോമൻസ്, പാർട്ടി നേതാവിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ വേണം. അതുകൊണ്ടാണ് 1984 ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 അംഗങ്ങളുണ്ടായിരുന്ന BJP ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അല്ലേ? തീർച്ചയായും അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ 3-ൽ നിന്ന് ബംഗാളിലെ പോലെ 77-ൽ എത്താനുള്ള അവസരമുണ്ട്, പ്രൊവൈഡഡ് നേതാവിന് ദീർഘവീക്ഷണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് ദീർഘവീക്ഷണമുണ്ടെങ്കിൽ, കേരള രാഷ്ട്രീയ ചരിത്രം അവർക്കറിയാമെങ്കിൽ, ജനങ്ങളിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ അവർക്കറിയാമെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അതെങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടത്, എപ്പോഴാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നറിയാവുന്ന ഒരു നേതൃത്വം തീർച്ചയായിട്ടും അത്തരത്തിൽ ഇവോൾവ് ചെയ്തു വന്നാൽ BJPക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ 3 സീറ്റിൽ BJP ഒതുങ്ങി നിന്നത് BJPയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഞാനും ആഗ്രഹിക്കുന്നു 3-ൽ നിന്നും 77-ലേക്ക് BJP വളരട്ടെ. കേരളത്തിലൊരു മൂന്നാമതൊരു ആൾട്ടർനേറ്റീവ് വളരെ അടിയന്തരമായ ഒരു ആവശ്യമാണ്. LDFനും UDFനും ഇടയ്ക്ക് ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു ജനതയ്ക്ക് നരേന്ദ്രമോദിയുടെ വികസന നയം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ വളർച്ചയും അധികാരത്തിലെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ UDFൻ്റെ വിജയവും ഒരു പാഠമാണ്, ഒരു അനുഭവ പാഠമാണ് കേരള രാഷ്ട്രീയത്തിൽ. അവരെങ്ങനെയാണ് ഇതിലേക്ക് ഈ ഭരണവിരുദ്ധ വികാരം
പ്രയോജനപ്പെടുത്തി ഈ ഭരണമാറ്റത്തിന് വഴിയൊരുക്കി എന്നുള്ളതും നമുക്കൊരു അനുഭവ പാഠമാകേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. അതൊരു വളരെ വലിയൊരു സക്സസ് സ്റ്റോറിയാണ്, സംശയമൊന്നുമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.